ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിരഞ്ജനയാണെങ്കിൽ അപർണ ഒച്ച വയ്ക്കാത്തത് കൊണ്ട് ഇങ്ങനെ വന്ന് നോക്കുമോ, ഇവിടെ എന്താ ഒച്ചയൊന്നും വെക്കാത്ത, ഇനിയിപ്പോൾ ഒരു പക്ഷേ ഒച്ച വെച്ചിട്ട് കാര്യമില്ലെന്ന് കരുതി അവൾ അതിനകത്ത് തന്നെ ഇരിക്കുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന നല്ല മാന്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുക. അപ്പോഴത്തേക്കും അപ്പുറത്തെ ശബ്ദം വന്നു, ഞാനിതിനകത്തുണ്ടേ, വാതിലൊന്ന് തുറക്കണേ, ആരെങ്കിലും വാതിലൊന്ന് തുറക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കൂവുക. ആ സമയം എൻ്റെ ഈശ്വര ജീവനോടെ ഉണ്ട്. പിന്നെ അവൾ അങ്ങനെ സാഹസമൊന്നും കാണിക്കുന്നവളല്ല എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജന ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആരെങ്കിലും എന്നെ ഒന്ന് പുറത്തേക്ക് തുറന്ന് വിട് അമലേ അമലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുക അപർണ. ഇവിടെ വായിക്കോട്ടെയൊക്കെ ഇട്ട് നല്ല മാന്യമായിട്ട് നമ്മുടെ നിരഞ്ജന ഇങ്ങനെ കഴുത്തും തടവി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് അമൽ അമൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നിരഞ്ജനയ്ക്ക് ഒരു ഓർമ്മ വന്നത്. നിരഞ്ജന ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടി ചെല്ലുക. അപ്പോഴേക്കും നമ്മുടെ അജയ് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അബിയേട്ടൻ്റെ റൂമിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കാമെന്ന് പറഞ്ഞ നിരഞ്ജന താഴേക്ക് നിന്ന്, എന്താ അടിച്ചു പൊളിക്കുന്ന ഒരു ശബ്ദം അതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കിക്കൂടെയെന്ന് അജയ് വന്ന് ചോദിച്ചു. അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നതെന്ന് ചോദിച്ചു. അമ്മ ഒന്ന് പോയി നോക്കാം അമ്മയെന്ന് പറഞ്ഞു. എൻ്റെ ഈശ്വര, വീടിനകത്ത് കള്ളം കയറിയോ എന്ന് അമ്മ ചോദിക്കുമ്പം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അബിയേട്ടനെ വിളിക്കാൻ പറഞ്ഞു അജയ്. അതുപോലെ അബിയും ജാനകിയും കൂടി ചേർന്ന് ദീപാരാധന തൊഴാൻ വേണ്ടി പോയിരിക്കുക, ഇനി എന്ത് ചെയ്യുമെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പ്രഭാവതി ചോദിക്കുമ്പം അബിയേട്ടനെ ഞാൻ വിളിച്ചു. അബിയേട്ടനും അതുപോലെ പൊന്നും ജാനിയടുത്തെയൊക്കെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പം അബിയോട് നീ വിവരം പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷേ അവർ ദീപാരാധന തൊഴാൻ നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ കള്ളം കയറിയ കാര്യം എങ്ങനെയാമേ അവരോട് പറയുന്നതെന്നൊക്കെ ചോദിച്ചു. അല്ല, അപർണ മുകളിലല്ലേ ഉള്ളത്? അയ്യോ എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ ആ കാര്യമേ മറന്നുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അത് കള്ളനൊന്നും അല്ല, നിനക്ക് വെറുതെ തോന്നിയതാണെന്ന് അജയ് പറയാം. വെറുതെ ആളെ പഠിപ്പിക്കാം, മാറി നിൽക്കുമെന്ന് പറഞ്ഞ് അജയ് പോകുമ്പോൾ അജയ് തനിച്ച് പോകരുത്, നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാം. എന്താ നീ എന്ത് ധൈര്യത്തിൽ ഈ പോകുന്നത് അജയ്? കള്ളനൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ ആയുധവും മറ്റോ കാണുമായിരിക്കും, നിനക്ക് എന്താ പറ്റിയത്? ഷെൽഫ് കുത്തി തുറന്ന ശബ്ദം വല്ലതുമായിരിക്കും കേട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി പറയാം. അതെ ശരിയാ, അങ്ങനെ ഒരു ശബ്ദം തന്നെയാണ് ഞാൻ കേട്ടത്. അബിയേട്ടൻ ജാനയടുത്തേയും റൂമിലില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിങ്ങൾ വന്നല്ലോ. അമ്മ ഓടി വമ്മ, ഞാൻ കാണിച്ചു തരാമേ എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഇവരെ വിളിച്ചുകൊണ്ട് പോകും. നിരഞ്ജന നല്ല കൊഴുപ്പിക്കുക, സീനങ്ങ് കൊഴുപ്പിക്കുക കേട്ടോ. അങ്ങനെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മ നോക്കിക്കാമേ, നോക്കമ്മേ, പതുക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത്രയും നേരം ശബ്ദം ഉണ്ടായിരുന്നു, ഇപ്പോൾ ശബ്ദമില്ല. അജയ്, ശരിക്കും ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞ് നിരഞ്ജന പറഞ്ഞു. അപ്പോൾ അമ്മ ഞാൻ സത്യം പറയുന്നതെന്ന് പറഞ്ഞ് നിരഞ്ജനയെ. എന്നിട്ടിപ്പോൾ ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് അജയ്. നീ അത് ആളെ പറ്റിക്കാണെന്ന് ചോദിക്കുമ്പം അല്ല, സത്യമായിട്ട് ഞാൻ കേട്ടതാ. അപ്പോൾ നിരഞ്ജന, നീ ശരിക്കും കേട്ടതാണോ എന്ന് പ്രഭാവതി ചോട്ടിൽ നിന്ന് ചോദിക്കുന്നു. ഇതെല്ലാം അപർണ അകത്ത് നിന്ന് കേൾക്കുക. അപ്പോൾ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അപർണ, എൻ്റെ പൊന്നു ദൈവമേ, അവളെല്ലാവരെയും കൂട്ടി വന്നല്ലോ ഈശ്വര, എൻ്റെ ജീവൻ അങ്ങ് പോയെങ്കിൽ ഇതായിരുന്നു അതിലും ഭേദം. ഇപ്പം വാതിൽ തുറക്കും എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ അജയ്, അകത്ത് ആരും ഉണ്ട്, ഞാൻ ശബ്ദം കേട്ടതാണെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അമൽ വരുന്നത്. എന്താ ഇവിടെ എല്ലാവരും അബിയേട്ടൻ്റെ റൂമിന് മുന്നിൽ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ അമലും വന്നു. അമലും എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ അപർണ അകത്ത്. റൂമിനകത്ത് നിന്ന് വലിയ എന്തോ ശബ്ദം കേട്ടെന്നാണ് ഇവൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഒന്നും കേൾക്കുന്നുമില്ല എന്ന് അജയ് പറഞ്ഞു. 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ ഏട്ടനെ എടുത്ത് എവിടെ പോയതാ? അവരൊക്കെ ക്ഷേത്രത്തിൽ പോയിരിക്കാം, അകത്ത് കള്ളം തന്നെയാ, നമ്മുടെ ഈ സംസാരം കേട്ട് പതുങ്ങിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാട്ടോ നമ്മുടെ നിരഞ്ജന. അകത്ത് ആരുണ്ട്, ഞാൻ കേട്ടതാണെന്ന് നിരഞ്ജന പറയുന്നുണ്ട്. അപ്പോഴേക്കും അപർണ റൂമിൽ കാണുന്നില്ല, അവരുടെ ഫോൺ മാത്രം അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പ്രഭാവതി പറഞ്ഞു. അയ്യോ, അപ്പോൾ അപർണ എവിടെ പോയി എന്ന് പറഞ്ഞു നിരഞ്ജന. എൻ്റെ ഈശ്വര, അപർണ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിക്കും കേട്ടോ. എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നിരഞ്ജന ഇങ്ങനെ അവിടെ നിന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ അമൽ പെട്ടെന്ന് ചാടി കയറി അപർണയെ വാതിൽ തുറക്കുന്നു പറഞ്ഞ് വിളിച്ചു. അപർണയെ വാതിൽ തുറക്കുക, നീയാണ് റൂമിൽ നിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എടി വാതിൽ തുറക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപർണ ഇങ്ങനെ നിന്ന് ഉരുകി വേർത്തോണ്ടിരിക്കാം. അപർണയെ വാതിൽ തുറക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമൽ കിടന്ന് ഒച്ച വെക്കുമ്പോൾ അയ്യോ അമല അരുത്, ചിലപ്പോൾ കള്ളനാണെങ്കിൽ എങ്ങാനും കുത്തിയാലോ എന്നൊക്കെ നിരഞ്ജന. അപർണയാണെങ്കിൽ പിന്നെ മിണ്ടത്തില്ലേ എന്നൊക്കെ നിരഞ്ജന ചോദിക്കുക കേട്ടോ. പിന്നെ അവളിത് എവിടെ പോവാനാ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു നിരഞ്ജന. അപർണയാണെങ്കിൽ അബിയേട്ടൻ്റെ റൂമിൽ എന്തിനു കയറി അടച്ചിരിക്കണമെന്ന് ചോദിക്കുക അജയ്. അപ്പോൾ എടി വാതിൽ തുറക്കാനാണ് ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കുമെന്ന് പറഞ്ഞു അമല്. എൻ്റെ പൊന്നമലെ, കള്ളൻ്റെ കയ്യിൽ വല്ല മാരകായുധമൊക്കെ കാണും, എന്തീ കാണിക്കുന്നതെന്നൊക്കെ നിരഞ്ജന. അപ്പോൾ തുറക്കടി എന്ന് പറഞ്ഞ അമല അവിടെ കിടന്ന് വച്ച് വയ്ക്കുക. കള്ളിന് കാറ്റ് പിടിച്ചതുപോലെ നമ്മുടെ അപർണ അവിടെ എങ്ങനെ നിൽക്കുക. അപ്പോൾ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അകത്തുനിന്ന് ശബ്ദം. അപ്പോഴത്തേക്കും അയ്യോ, അപർണ തന്നെയാ. അപർണേ നീ എങ്ങനെ അകത്തപ്പെട്ടെ? അപർണേ, അയ്യോ പുറത്തുനിന്ന് തുറക്കാനായിട്ട് പറ്റത്തില്ല, കീ എവിടെയും കാണുന്നില്ല, അമ്മ ഒന്ന് നോക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്ന് നിരഞ്ജന, കീ അബിയുടെ പോക്കറ്റിൽ കാണും.
മനുഷ്യനെ ചുമ്മാ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു പ്രഭാവതി. ഓ എൻ്റെ ഈശ്വരാ, നിനക്ക് അവളുടെ റൂമിൽ എങ്ങാനും നോക്കിയിട്ട് ഓടിയാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി ചോദിക്കാം. അമ്മ പെട്ടെന്നൊരു ഒച്ച കേട്ട് കൈയും കാലും വരച്ച് ഞാൻ പേടിച്ചു പോയില്ലേ. അഭിയേട്ടനും ജാനയെടുത്തേയും അമ്പലത്തിലേക്ക് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്നും ആളില്ലാത്ത റൂമിൽ നിന്ന് ഒച്ച കേട്ടാൽ ഓടാതിരിക്കാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന. ശരിക്കും ഞാൻ പേടിച്ചു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജന നിന്ന് അങ്ങ് തകർത്ത് ഭാരുവാ. അപ്പോൾ അപർണ എങ്ങനെ അകത്ത് വിട്ടുവെന്ന് അജയ് ചോദിക്കുമ്പോൾ അവർ റൂമിൽ വരുമ്പോൾ ഇവളി ചിലപ്പോൾ അകത്ത് കയറി ഇരുന്നതായിരുന്നായിരിക്കും, അവരെ കണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരുന്നതായിരിക്കും എന്നൊക്കെ പ്രഭാവതി. അവരെ റൂം പൂട്ടിപ്പോയി, അവൾ അകത്ത് വെട്ടും പോയിന്ന് പ്രഭാവതി. നാണക്കേടെന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക, കഷ്ടം തന്നെ എന്ന് പറഞ്ഞ അമല ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എടാ നീ ഏട്ടനെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറയാൻ പറഞ്ഞു അജയ്. വാതിൽ പൊളിക്കാനൊന്നും നിൽക്കണ്ട, അവരിങ്ങിപ്പോൾ വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു പറയടാ, ഭാര്യയുടെ കയ്യിലിരിപ്പ് ഇതാണെന്ന് പുറത്താരും അറിയണ്ടെന്ന് പറഞ്ഞു പ്രഭാവതി. അപ്പോൾ എന്തൊരു നാണക്കെട്ടെ ഏർപ്പാടായത് എന്നും പറഞ്ഞു പ്രഭാവതിയൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അതായത് നമ്മുടെ നിരഞ്ജന എന്ത് പറയാനാ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. അമലാണെങ്കിൽ അതിനേക്കാളും തീർന്ന അവസ്ഥയിൽ അവിടെ നിൽക്കുക. എന്തായാലും ഇങ്ങനൊരു പണിയൊക്കെ കിട്ടിയത് നല്ലതാ എന്നും പറഞ്ഞുകൊണ്ട് അമല അവിടെ നിൽക്കുക. ഈ സമയത്ത് അവർ ഐസ്ക്രീമൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുക. അതായത് അബിയും ജാനകിയും കുഞ്ഞും കൂടി. അപ്പോൾ വണ്ടിയിലിരുന്ന് ഐസ്ക്രീം കഴിച്ചോളാമെന്ന് കുഞ്ഞു പറയുമ്പോൾ വേണ്ട, ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അബി. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ രണ്ടുപേരും അവിടെ ഇവിടെ നിന്ന് കടന്നു പോയില്ലേ, ഇനിയൊരു പരീക്ഷണങ്ങൾ കൂടിയല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അബിയേട്ടന് വിശ്വാസമുണ്ടോ അയാളുടെ ഫോട്ടോ കണ്ട അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന്? അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും പ്രതികരണം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ആ ഒരു യാഥാർത്ഥ്യം നീ മനസ്സിലാക്കിയാൽ മാത്രം മതി ജാനകി എന്ന് അബി ജാനകിയോട് പറഞ്ഞേ. നീ വണ്ടിയിൽ കയറ്, നിന്റെ അനിയത്തി കെണിയിൽ വീണ പെൺപുലിയെ പോലെ നമ്മുടെ റൂമിൽ കിടക്കുകയാണെന്നും നമ്മൾ ചെന്നിട്ട് വേണം വാതിൽ തുറന്നു വിടാനെന്നൊക്കെ പറഞ്ഞു. ആരെപ്പറ്റി അബിയേട്ടൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ സ്വന്തം അനിയത്തിയെ പറ്റി തന്നെയാ. അപർണ ഇപ്പം നമ്മുടെ റൂമിലാണെന്ന് പറഞ്ഞു. നമ്മുടെ റൂമിലോ? അവൾ രഹസ്യം ചോർത്താൻ വേണ്ടി കയറിയതാണ്, അപ്പം ഞാനത് പൂട്ടിയച്ചിങ്ങ് പോകുന്നെന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം നമ്മുടെ അബി ജാനകിയോട് വള്ളി പുള്ളി തെറ്റാതെ പറയാം. അങ്ങനെ അബി ചെന്ന് വാതിൽ നൈസായിട്ട് പൂട്ടിയച്ചിങ്ങ് പോകുന്ന കാര്യങ്ങളും ആ താക്കോലെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് പോകുന്ന കാര്യങ്ങളും എൻ്റെ ഈശ്വര ആകെ പ്രശ്നമാകുമെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവർ വണ്ടിയിൽ കയറി വീട്ടിൽ വന്ന് ഇറങ്ങി. ഈ സമയത്ത് അവൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. അന്നേരം തോന്നിയൊരു കുസൃതിക്ക് അവൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. അവളെ കാണിച്ചത് മോശം കാര്യങ്ങളൊന്നും അല്ലല്ലോ, അവളിൽ നിന്ന് അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി അബിയേട്ടാ. എങ്കിലും ശിക്ഷ ഒരിത്തിരി കടുത്തു പോയി കേട്ടോ എന്ന് ജാനകി പറയുമ്പോൾ തുറന്നു വിടാൻ ഞാൻ നിരഞ്ജനയോട് പറഞ്ഞതാ. പക്ഷേ അവളത് അപർണയ്ക്ക് കൊടുക്കാനുള്ള ഒരു പണിയായിട്ട് തന്നെയാണ് കണ്ടത്. അവളത് മാന്യമായിട്ട് അങ്ങ് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. തനിച്ചായി പോയി എന്നുള്ളൊരു സങ്കടം എന്തായാലും വേണ്ടെന്നേ. കൂട്ടിലെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് ഫോട്ടോയും ഇല്ലെന്ന് ചോദിക്കുമ്പം അബിയേട്ടൻ അത് കൊണ്ടുവരുന്നത് കണ്ട അവൾ ആ റൂമിൽ കയറിയതെന്നുള്ളത് ഉറപ്പാണെന്ന് പറയുമ്പോൾ അവൾ എങ്ങനെ നോക്കിയാലും അവരുടെ അച്ഛനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ എന്ന നേരം അബി ജാനകിയോട്. അജയ് അമലൊക്കെ വന്നെന്നാണ് തോന്നുന്നത്. അമല് അബിയേട്ടനെ വിളിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കാര്യങ്ങൾ അവിടെ ശരിക്കും നല്ല കൊഴിഞ്ഞു മറിഞ്ഞ് കിടക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മുറി ക്ലീൻ ചെയ്യണമെന്ന് ഓർത്ത് എന്തായാലും ഇനി പേടിക്കേണ്ട, പട്ടിയെ പൂച്ചൊന്നും അല്ല അകത്ത് കയറിയിരിക്കുന്നത്, ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ആക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു. അവളിനി ആ മുറിക്കകത്ത് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്ന് ജാനകി പറയുമ്പോൾ അങ്ങനെ ഇതും പറഞ്ഞ് ഇവർ നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും അബിയുടെ വാതിലിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ കയറി ചെന്ന് അബി ഒന്നും അല്ലാത്തതുപോലെ എന്താ അമ്മയെന്ന് ചോദിച്ചു. നിങ്ങളിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് പറയാൻ പറഞ്ഞു അബി. അപ്പോൾ അബിയുടെ റൂം തുറക്കുക, അപ്പോൾ കാര്യം മനസ്സിലാകുമെന്ന് അമല് പറഞ്ഞു. എന്താണ് എന്താ കാര്യം? ഏട്ടനാദ്യം വാതിൽ തുറക്കുക, എല്ലാത്തിനുമുള്ള ഉത്തരം അതിനകത്തുണ്ടെന്ന് അമല്. അബി വാതിൽ തുറന്നു. എൻ്റെ ഈശ്വര എങ്ങനെ ഇവറ്റകളുടെ മുന്നിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലും, എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അബിയേട്ടൻ ഒന്ന് കഥക്ക് തുറക്ക്, മറ്റുള്ളവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. അപ്പോൾ റൂമിൽ എന്താ അമ്മയെന്ന് പൊന്നു ചോദിക്കുമ്പോൾ പൊന്നു നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ജാനകി കൊച്ചിനോട്. അന്നേരത്തേക്കും അബിയേട്ടൻ ഒന്ന് കഥക്ക് തുറക്കാൻ പറഞ്ഞു അമല്. അബി കഥക്ക് തുറക്കുക. അയ്യോ അപർണ ഇങ്ങനെ ഉരുകി തീർന്നിങ്ങനെ നിൽക്കുക. അബി ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും നിൽക്കുന്നു ഒരു സാധനം. അപ്പം ഈ ഇരിക്കുന്നതാണ് കള്ളപ്പണം, എല്ലാവരും കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമല് കാണിച്ചു കൊടുത്തു. അപർണ ഇങ്ങനെ തീർന്നു നിൽക്കുക. അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നു. അപർണ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ തന്നെ നിൽക്കും കേട്ടോ. എല്ലാവരും കണ്ടല്ലോ, നീ എന്തിനകത്ത് കയറിയെന്ന് അമല് ചോദിച്ചേ. നമ്മളൊന്നും മിണ്ടാതെ അങ്ങ് പോവാം, നിക്കടി അവിടെയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നില്ലേ. നീ എന്തിനാണ് ഇവരുടെ മുറിയിൽ കയറിയതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അമല് ഇങ്ങനെ അപർണയോട് പറയുന്നു. അപർണ ഇങ്ങനെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പം കടിച്ച് കീറുമെന്ന രീതിയിൽ. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അബിയേട്ടൻ ലോക്ക് ചെയ്തിട്ട് പോയ റൂമിൽ നീ എങ്ങനെ കയറി, എന്തിന് കയറിയെന്ന് നീ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അത് കേൾക്കാനാ ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നത് എന്ന് നമ്മുടെ അമല് പറയുമ്പോഴും അമലിനെ തുറച്ചു നോക്കും അപർണ. മിണ്ടുന്നില്ല. കുട്ടി മിണ്ടണില്ല, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജാനകി കുറച്ച് ചിരിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ അപർണ ചൂളി നിൽക്കുകയാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ജാനകിക്ക് ചെറിയൊരു തോതിലുണ്ട്. കള്ളത്തരം കാണിച്ച് നാറിയതും പോരാ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ അവളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമല്. ആ സമയത്ത്
ദൈവമേ, ഞങ്ങൾ പോയപ്പോൾ മുതൽ അപർണ ഇതിനുള്ളിലായിരുന്നു എന്ന് ജാനകി ചോദിച്ചു. നിങ്ങൾ പോയപ്പോൾ ഇവള് കള്ളത്താക്കോലിട്ട് റൂം തുറന്നതാണെന്നും പറഞ്ഞ് അമല് പറയാം. അമലെ, ഇല്ലാത്ത കാര്യമൊന്നും പറയരുത്. റൂം തുറന്നതാണെങ്കിൽ സ്വന്തമായിട്ട് ഇറങ്ങാനും പറ്റത്തില്ല എന്ന് നിരഞ്ജന ചോദിച്ചു. അപർണ ഇതിലുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു പറയായിരുന്നു. എന്തിനാ വിളിച്ചു പറയുന്നത്? റൂം ലോക്ക് ചെയ്ത ആൾ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് എന്ന് നമ്മുടെ അമല് പറഞ്ഞു. അപ്പോൾ എന്താ അപർണയെ സംഭവിച്ചത്? ഒരു വീട്ടിൽ ഒരു റൂമിൽ ഒരാൾ കയറി എന്നുള്ളത് വലിയ മഹാ അപരാധമൊന്നുമല്ല. അപർണ നടന്ന കാര്യം എന്താണെന്ന് പറയാൻ പറഞ്ഞു അജയ്. ആ സമയത്തും അപർണ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവൾ പറയത്തില്ല. പക്ഷെ പറയാതെ അവൾ ഇവിടെ നിന്ന് പോകുന്നിരിക്കുന്നു കാണണമെന്ന് പറഞ്ഞു അമല്. പോടാ എന്നും പറഞ്ഞ് നിൽക്കുക അപർണ. മറ്റൊരാളുടെ മുറിയിൽ കയറിയതിന് ക്ഷമയും നീ പറഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അമൽ അങ്ങ് കയറി അങ്ങ് പിടിച്ചില്ല ഇതിലേക്ക്. അയ്യോ ക്ഷമയോ? അപർണ ചെല്ലെന്നും പറഞ്ഞ് അമല് പറയുമ്പോൾ അമലിനോട് അതുപോലെ അപർണയോടും നമ്മുടെ അഭി പറയുമ്പോൾ ഇവള് കൂസലില്ലാണ്ട് അങ്ങ് പോകാൻ നോക്കാം. നിൽക്കവിടെ ലോക്ക് ചെയ്ത റൂമിൽ എങ്ങനെ നീ കയറിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് അമല് വീണ്ടും വീണ്ടും അപർണയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആരുടെയും ഒന്നും അപഹരിക്കാനല്ല ഇവിടെ കയറിയത്. അഭിയേട്ടൻ ഒരു വലിയ ഫോട്ടോ പൊതിഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടു. അത് ആരുടെ ഫോട്ടോ ആണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. അതറിയാനാ കയറിയത്. വാതിൽ ചാരി അഭിയേട്ടൻ പോയപ്പോൾ ഞാൻ ആ ഫോട്ടോ നോക്കാൻ വേണ്ടി റൂമിൽ കയറിയതാ. തിരികെ ഇറങ്ങിയപ്പോൾ ആരോ റൂം ലോക്ക് ചെയ്യുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ കയറുമ്പോൾ ലോക്കിൽ കീ ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ആരോ എന്നെ ഇതിനകത്തിട്ട് ലോക്ക് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപർണ ഇങ്ങനെ സംസാരിക്കുന്നു. അതിൻ്റെ പേരിൽ എന്നെ ആരും കള്ളിയാക്കാനൊന്നും ശ്രമിക്കണ്ടെന്നും അപർണ അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പോൾ റൂം ലോക്ക് ചെയ്തത് ഞാൻ തന്നെയാണെന്ന് നമ്മുടെ അഭി അന്നേരം പറഞ്ഞു. വാതിലടച്ചിട്ട് താഴെ ചെന്നപ്പോഴാണ് റൂം ലോക്ക് ചെയ്യാൻ മറന്നുപോയ കാര്യം ഞാൻ ഓർത്തത്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഡോർ അടഞ്ഞതുപോലെ തന്നെ കിടക്കുന്നു. അപ്പം ഞാൻ അറിഞ്ഞു അടച്ച റൂമിൽ ആൾ കയറിയിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അഭിയേട്ടൻ റൂം ലോക്ക് ചെയ്തു പോയത് തെറ്റായി പോയെന്ന് ആരും പറയില്ല എന്ന് അമൽ അന്നേരം പറഞ്ഞു. പിന്നെ അല്ല, എന്ത് ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് നീ അതിനകത്ത് കയറുത്? നിന്റെ തമ്പിയുടെ ഫോട്ടോ അതിന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോടി? മാലയിട്ട് ചുവരെ തൂക്കാനായിട്ടെന്നൊക്കെ അന്നേരം നമ്മുടെ അമൽ ചോദിച്ചു കേട്ടോ. എന്നൊക്കെ ചിരി വരുന്നുണ്ട്. അവർ നിന്ന് ചിരിക്കുമ്പോഴത്തേക്കും അപർണ തുള്ളി ഉറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് ജാനകി, അമലെ എന്താ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിനി ഒരു വിഷയമാക്കി ആരും എടുക്കരുത് കേട്ടോ. അങ്ങനെയൊന്നും പറയരുത്. അമല് അവളെ ഇതിൻ്റെ പേരിൽ തേജോവധം ചെയ്യാനും പാടില്ല. അജയ് പറഞ്ഞതുപോലെ ഒരു വീട്ടിലെ ഏത് മുറിയിലും ആര് കയറുന്നതും ഒരു തെറ്റുമില്ല എന്ന് ജാനകി പറഞ്ഞു. അപ്പോൾ അത് ആൾ കൂടെയുള്ളപ്പോഴല്ലേ ഏട്ടത്തി? അങ്ങനെയൊന്നും ഇല്ല. ഫോട്ടോ കാണാനുള്ളൊരു കൗതുകത്തിന് അവൾ കയറിപ്പോയതല്ലേ, വിട്ടുകളയാൻ പറഞ്ഞു ജാനകി. അപ്പോൾ മതി, ഇവിടെ എല്ലാം അവസാനിച്ചു, ഇനി എല്ലാവരും പൊയ്ക്കേന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അവിടെ നിന്ന് പോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമൽ നേരെ റൂമിലേക്ക് ചെന്നിട്ട് ഇവിടെ എടുത്തിട്ട് കൊടയുവാണ് ഈ അപർണ ഒരു കൂസലില്ലാതെ ഇരിക്കുന്ന കേട്ടോ. എന്താ സംഭവിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നായി. റൂം ലോക്ക് ചെയ്ത് അഭിയാണെന്ന് പറഞ്ഞത് പച്ച കള്ളമാണെന്നൊക്കെ പറഞ്ഞ് ഈ അപർണ ഇങ്ങനെ പറയുക കേട്ടോ. പിന്നെ അയാൾ പോകുന്നത് ഞാൻ കണ്ടതാണെന്നും പിന്നീട് ജാനകിയാണ് വന്നത്, അവൾ വാതിൽ തുറന്നത് ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ലെന്നൊക്കെ പറഞ്ഞു ഇല്ലാക്കതെല്ലാം പറഞ്ഞ് പിടിപ്പിക്കാൻ നോക്കുക. എന്നെ കണ്ട് അവൾ റൂം ലോക്ക് ചെയ്തതാ, ഞാൻ കണ്ടതാ. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ശബ്ദമേ ഉണ്ടായില്ല എന്ന് പറയുമ്പം അമൽ നിന്ന് ചിരിക്കുന്നു. അത്ര ശ്രദ്ധിച്ച് അവൾ ലോക്ക് ചെയ്തത്, എന്നെ അതിനകത്ത് പൂട്ടിയിട്ടിട്ട് ക്ഷേത്രത്തിലാണെന്നും പറഞ്ഞ് അവൾ പോവുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ, സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാൻ നീ ബഹുമിടിക്കുകയാണെന്ന് എനിക്കറിയാവടി. അത് നീ നന്നായി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു കഥ തന്നെ ഉണ്ടാക്കി കളഞ്ഞല്ലോടി നീയാ. അപ്പം നീ ഇതൊന്നും വിശ്വസിക്കണ്ട. നിനക്ക് വിശ്വാസം നിന്റെ ഏട്ടത്തെയല്ലേ? ജ്യൂസിന് മദ്യം കലർത്തി തന്ന് നീ എൻ്റെ മാനം കളഞ്ഞവളല്ലേടി എന്ന് നമ്മുടെ അമൽ ചോദിച്ചു. നീ മറന്നാലും ഞാനതൊന്നും മറക്കാൻ പോകുന്നില്ലടി, മനസ്സിലായോ എന്ന് ചോദിച്ചു. അന്ന് നീ ഇവിടെ വന്ന് എന്ത് അഭിനയടി കാഴ്ചവെച്ചത്? അന്ന് ജാനി അടുത്ത് അത് പൊളിച്ചടുക്കി കയ്യിൽ തന്നു, അവരെ തന്നെ അടി. എനിക്ക് വിശ്വാസമെന്ന് നമ്മുടെ അമൽ ഇവളോട് പറയുമ്പോൾ ഇവള് ചൂളിയിരിക്കുക. നിനക്കൊരു ദിവസം വരുമെന്ന് നീ കരുതിയില്ലല്ലേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാനില്ല, മിണ്ടാട്ടമുട്ടി ഇരിക്കുക കേട്ടോ. എല്ലാവരുടെയും മുന്നിൽ നീ നാണം കെട്ടില്ലേ? നീ എന്ത് ന്യായീകരണം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് വിളമ്പിക്കോ? മറ്റുള്ളവരുടെ മുറിയിൽ കയറി മണിക്കൂറുകളോളം നീ കുടുങ്ങിക്കിടന്നില്ലേടി എന്നൊക്കെ അമൽ ഇങ്ങനെ ചോദിച്ച് ഇവളെ പൊളിക്കുക. നിനക്ക് നാണവും മാനവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അപർണ ചാടിയേറ്റു. നീ അവരുടെ മുന്നിൽ വെച്ച് എന്നെ താറടിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടതേ. ആർക്കും ഇല്ലാത്ത പരിഹാസമായിരുന്നല്ലോ നിനക്ക്. അജയ് പറഞ്ഞത് നീ കേട്ടില്ലേടാ? അയാൾക്കുള്ള മനസ്സ് പോലും നിനക്കില്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ അപർണ. എന്നെ രക്ഷിക്കാൻ നീ വരുമെന്ന് കരുതിയാ ഞാൻ അവിടെ കഴിച്ചു കൂട്ടിയത്. ആശ്വസിപ്പിക്കാൻ ഒരു വാക്കെങ്കിലും നീ എന്നോട് പറഞ്ഞോ? പക്ഷേ എന്നെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാൻ നീ കൂട്ടു നിൽക്കല്ലേ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ അപർണ ചോദിക്കുക നമ്മുടെ അമലിനോട്. നിന്നോട് എനിക്കൊരു അടുപ്പമൊക്കെ
വന്നു തുടങ്ങിയതാ. അതിപ്പോ തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായടാന്ന് പറഞ്ഞു അപർണ. നിന്നെ ഞാൻ വെറുക്കുവാണെന്നൊക്കെ പറഞ്ഞപ്പം നീ എന്നോട് കാണിച്ച അടുപ്പ് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിയൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടുണ്ടടി. കേട്ടോ, ജാനി എടുത്തിട്ട് അമ്മയെ പറ്റി നിനക്കറിയണം അല്ലേ? ചായ കൊണ്ട് തരിക, ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരുന്നു, എന്തൊക്കെയായിരുന്നു നിന്റെ അടവുകൾ? എനിക്കൊന്നും മനസ്സിലാകില്ലെന്ന് നീ കരുതിയോ? നീ എന്താ എന്നെ പറ്റി കരുതിയേ? ഞാൻ അതിലൊക്കെ അങ്ങ് വീണു പോയെന്നോ? നീ എന്ത് നാടകം കളിച്ചാലും നീ തമ്പിക്ക് പറഞ്ഞ മകളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പം അതേടാ, തമ്പിയുടെ മോള് തന്നെയാടാ ഞാൻ. അതിനൊരു മാറ്റവും ഇല്ല. എന്നോട് ഈ ചതി ചെയ്ത് നിന്റെ ഏട്ടനെയും ഏട്ടത്തെയും ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് അപർണ അമലിനെ വെല്ലുവിളിക്കുന്നു. നീ നോക്കിക്കോ, ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് വലിയ ഡയലോഗൊക്കെ അടിച്ച് ഇങ്ങനെ അമലിൻ്റെ മുന്നിൽ ആൾ കളിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും